അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ പേര് മാറ്റി പ്രഖ്യാപിച്ച ചൈനീസ് നടപടിയിൽ എതിർപ്പറിയിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഇത്തരം നടപടികളെ ശക്തമായി എതിർക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അരുണാചൽ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി തുടരും. ഇത്തരം പേരുമാറ്റം യാഥാർത്ഥ്യത്തെ മാറ്റില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. PR അരവിന്ദ് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. അരവിന്ദ്, വിദേശകാര്യ മന്ത്രാലയം എങ്ങനെ പ്രതികരിക്കുന്നു? സ്നേഹം, എന്തായാലും ശക്തമായ എതിർപ്പ് തന്നെയാണ് ചൈനയുടെ നടപടിയിൽ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, അരുണാചൽ പ്രദേശിലെ നിരവധി ഇടങ്ങളുടെ പേരുകൾ മാറ്റിക്കൊണ്ടായിരുന്നു ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനകൾ നടത്തിയത്. കഴിഞ്ഞ വർഷം അടക്കം ഈ നടപടികൾ തുടർന്നിരുന്നു. എന്തായാലും ഇതിൽ ശക്തമായ എതിർപ്പ് തന്നെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയാണ്. പ്രധാനമായും വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നത് അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി തന്നെ തുടരും. ഇത്തരത്തിലുള്ള പേരുമാറ്റം ആ യാഥാർത്ഥ്യത്തെ ഇല്ലാതാക്കില്ല എന്ന് തന്നെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയാണ്. ഇതുകൂടാതെ തന്നെ വ്യർത്ഥവും അസംബദ്ധവുമായ ശ്രമങ്ങളാണ് ചൈനയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു വിമർശനം കൂടി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാളാണ് ഇപ്പോൾ ഒരു പ്രസ്താവനയിലൂടെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അടക്കം അരുണാചൽ പ്രദേശിലുള്ള ചൈനീസ് അതിക്രമങ്ങളും അതുപോലെ തന്നെ ചൈനീസ് ഇത്തരത്തിൽ പേരുകൾ മാറ്റുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട പല പ്രസ്താവനകളും പുറത്തിറക്കിയിരുന്നു. എന്തായാലും ശക്തമായ നിലപാടാണ് ഇപ്പോൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. ഈ നടപടിയെ പൂർണ്ണമായും ഇന്ത്യ എതിർക്കുകയാണ്. തീർത്തും അസംബന്ധമാണ് ചൈനീസ് നടപടി എന്ന് തന്നെ വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നു. സ്നേഹം. ശരി അരവിന്ദ്.